നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചാത്തക്കുടം പൂരങ്ങളുടെ പുതിയ മേള പ്രമാണിയായി പെരുവനം പ്രകാശൻ മാരാർ. ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി പൊതുയോഗത്തിലാണ് തീരുമാനം. ചാത്തക്കുടം ശാസ്താവിന്റെ 3 പൂരങ്ങളുടെ പഞ്ചാരി മേളങ്ങൾക്ക് പെരുവനം പ്രകാശൻ മാരാർ പ്രമാണിയാകും. ബിജെപി തൃശൂർ സിറ്റി പ്രസിഡന്റായി നിലവിലെ ജില്ലാ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബിനെ തിരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ കടലോര ജാഗ്രതാ സമിതി യോഗം ചേർന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചാത്തക്കുടം പൂരങ്ങളുടെ പുതിയ മേള പ്രമാണിയായി പെരുവനം പ്രകാശൻ മാരാർ. ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി പൊതുയോഗത്തിലാണ് തീരുമാനം. ചാത്തക്കുടം ശാസ്താവിന്റെ 3 പൂരങ്ങളുടെ പഞ്ചാരി മേളങ്ങൾക്ക് പെരുവനം പ്രകാശൻ മാരാർ പ്രമാണിയാകും. 3 പതിറ്റാണ്ടിലേറെയായി ശാസ്താവിന്റെ മേളങ്ങളിലെ നിറസാന്നിധ്യമാണ് പെരുവനം പ്രകാശൻ മാരാർ. ബിജെപി തൃശൂർ സിറ്റി പ്രസിഡന്റായി നിലവിലെ ജില്ലാ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബിനെ തിരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്. ജസ്റ്റിൻ മാത്രമാണ് സിറ്റി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റായി മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാറിനെയും തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിതയെയും തെരഞ്ഞെടുത്തു. മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ കടലോര ജാഗ്രതാ സമിതി യോഗം ചേർന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കടലോര ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് തൃശൂർ റൂറൽ ജില്ലാതല കടലോര ജാഗ്രതാ സമിതി യോഗം ചേർന്നത്. തീരദേശ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി തീരദേശ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ കൊടുങ്ങല്ലൂർ, മതിലകം, കയ്പമംഗലം, വലപ്പാട്, വാടാനപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കടലോര ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ MK രമേശ് അധ്യക്ഷനായി. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ VN മണികണ്ഠൻ, സജീവ് വോഗീസ് എന്നിവർ സംസാരിച്ചു. കടലോര ജാഗ്രതാ സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, താലൂക്ക് മത്സ്യബന്ധന വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. MPTA പ്രസിഡന്റ് വിൻസി, സ്കൂൾ ലീഡർ ആര്യ ലക്ഷ്മിക്ക് രക്ഷിതാക്കളുടെ സഹകരണത്തോടെ നിർമ്മിച്ച തുണിസഞ്ചി നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക രാഖി പതാക ഉയർത്തി. തുടർന്ന് റിപ്പബ്ലിക് ദിന സന്ദേശവും ഭാരതത്തിന്റെ സുസ്ഥിര വികസന പദ്ധതികളെക്കുറിച്ചും സംസാരിച്ചു. തുടർന്ന് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നു. പ്ലാസ്റ്റിക് റീസൈക്ലിംഗിന്റെ ആവശ്യകതയെക്കുറിച്ച് അധ്യാപികയായ നിഷ സംസാരിച്ചു. PTയുടെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും തുണിസഞ്ചി വിതരണം നടത്തി. അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. സുരക്ഷിതമായി സമ്പാദ്യശീലം വളർത്താൻ മലയാളികളെ ശീലിപ്പിച്ച KSFEക്ക് മറ്റൊരു മറുവാക്കില്ല. സാമ്പത്തിക സുരക്ഷയ്ക്കായി ചേർപ്പ് KSFE കൂടുതൽ സൗകര്യങ്ങളോടെ ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നു. മികച്ച സൗകര്യങ്ങളോടെ ചേർപ്പ് ഹെൽത്ത് സെന്ററിന് എതിർവശത്ത് ചേർപ്പ് KSFE ശാഖയുടെ നവീകരിച്ച ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സമ്പത്ത് വളർത്തുന്നതിനുള്ള സുപ്രധാന ഘടകങ്ങളാണ് നിക്ഷേപ വൈവിധ്യവൽക്കരണവും സാമ്പത്തിക അച്ചടക്കവും. ഇതിന് രണ്ടിനും സഹായകരമാകുന്ന ഒന്നാണ് ചിട്ടി ഫണ്ടുകൾ.
ചിട്ടി ഫണ്ടുകൾ പരിഗണിക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് KSFE തന്നെയാണ്. നിക്ഷേപത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ ഇനി ഒട്ടും വൈകേണ്ട. ചേർപ്പിലെ നവീകരിച്ച KSFE ഓഫീസ് കൂടുതൽ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. 3 പതിറ്റാണ്ടിലധികമായി ചേർപ്പിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാവലായ സ്ഥാപനത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഫോമുകളൊക്കെ മലയാളീകരിക്കണം. മലയാള ഭാഷ എന്ന രീതിയിലൂടെ സംഘടിച്ചു എല്ലാവർക്കും ആ ഫോം വായിച്ചു നോക്കിയാൽ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ മനസ്സിലാക്കും. പക്ഷേ ഇംഗ്ലീഷിൽ പഠനമുള്ള ആൾക്കാരെ പറഞ്ഞ ഹിന്ദി പഠിച്ചെല്ലാം പോലും ഒരു മാതൃകാ ഭാഷയുമായി ബന്ധപ്പെട്ട് പോകുന്ന രീതിയിലേക്ക് മാനേജ്മെന്റ് പ്രത്യേകം ശ്രദ്ധിച്ച് അതൊരു ഫോം മലയാളത്തിലാക്കുന്ന ആവശ്യമായി നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് കൂട്ടിയോജിപ്പിക്കാൻ എനിക്ക് പറയാൻ തോന്നിയത്. എന്തായാലും എൻ്റെ ഓർമ്മ പുതുക്കത്തിനിടയിൽ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിൽ സന്തോഷമുണ്ട്. ഈ സ്ഥാപനം വളർന്ന് മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നേറുന്നു പറയുമ്പോൾ തന്നെ വളരെ സന്തോഷവും ഇതിൻ്റെ മാനേജ്മെന്റോട് സന്തോഷം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ KSFEയുടെ ഈ പുതിയ ശാഖ ചേർപ്പ് ശാഖയുടെ നിങ്ങളുടെ അനുഭവത്തോടു കൂടി സ്റ്റേറ്റിലിരിക്കുന്ന അനുഭവത്തോടു കൂടി വളരെ ഐശ്വര്യപൂർണമായ പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി നിർത്തുന്നു. നമസ്കാരം. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിൽ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാർക്കും ചെറുകിട സംരംഭകർക്കും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് ആവശ്യം വേണമെന്ന നിലയിൽ പെട്ടെന്ന് തന്നെ പണം ലഭ്യമാകുന്ന ഹ്രസ്വകാല ചിട്ടികൾ വലിയ തുകയ്ക്ക് പോലും ലഭ്യമാകുന്ന ഒരു നില, അതുപോലെ തന്നെ ഉയർന്ന ആദായം കിട്ടുന്ന ദീർഘകാല ചിട്ടികൾ, അതോടൊപ്പം തന്നെ പെട്ടെന്ന് പണം കിട്ടുന്നതിനും കൂടുതൽ ആദായം കിട്ടുന്നതിനും ഈ 2 ഉപായങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഡിവിഷൻ ചിട്ടികൾ. 4 ഡിവിഷൻ ഉള്ള ചിട്ടികളാണ് നിലനിന്നിരുന്നതെങ്കിൽ 3 ഡിവിഷൻ ചിട്ടികളും 2 ഡിവിഷൻ ചിട്ടികളുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുണഗണങ്ങളൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ട് പുതുതായി KSFE അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വിധം KSFE ചിട്ടികൾ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടിക്കടി KSFE പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. തൃശൂർ മേഖല AGM ജോൺ ഡെന്നിസൺ, പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, ഡയറക്ടർ T നരേന്ദ്രൻ, CPM ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ, INC മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി V ശ്രീരാജ്, ചേർപ്പ് ശാഖാ മാനേജർ JG ഷേർലി എന്നിവർ സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ റോയ് അക്കര സഹകാർമ്മികനായിരുന്നു. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിർമ്മൽ അക്കര പട്ടിയേക്കൽ, ജനറൽ കൺവീനർ ഷീജൻ ഒലിക്കൽ, കൈക്കാരന്മാരായ ഷാജി തട്ടിൽ, ഷോയി മാളിയേക്കൽ, സണ്ണി മാളിയേക്കൽ, സന്തോഷ് ആട്ടോക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. അരിമ്പൂരിലെ സംഗീതപ്രേമികളുടെ കൂട്ടായ്മയായ സംഗീതം സന്തോഷത്തിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ അന്തരിച്ച ഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും നടത്തി. ചടങ്ങിൽ ജയചന്ദ്രൻ അനശ്വരമാക്കിയ ഗാനങ്ങൾ 21 ഗായകർ ആലപിച്ചു. സതീഷ് മാനവ്, VK ശശികുമാർ, P കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞാണി എറവ് വിദ്യാർത്ഥി റോഡിന്റെ സുരക്ഷയ്ക്കായി CCTV ക്യാമറകൾ സ്ഥാപിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി റോഡിലെ 33 കുടുംബങ്ങൾ ചേർന്ന് സമാഹരിച്ച 1.5 ലക്ഷം രൂപ വിനിയോഗിച്ച് 12 ക്യാമറകളാണ് ആദ്യഘട്ടത്തിൽ പ്രദേശത്ത് സ്ഥാപിച്ചത്. വിദ്യാർത്ഥി റോഡിലെ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി വേണുഗോപാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ജനപ്രതിനിധികളായ ജെൻസൺ ജെയിംസ്, PA ജോസ്, CP പോൾ, വൃന്ദ, സുനിത എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7540 രൂപ, പവന് 60320 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചാത്തക്കുടം പൂരങ്ങളുടെ പുതിയ മേള പ്രമാണിയായി പെരുവനം പ്രകാശൻ മാരാർ. ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി പൊതുയോഗത്തിലാണ് തീരുമാനം. ചാത്തക്കുടം ശാസ്താവിന്റെ 3 പൂരങ്ങളുടെ പഞ്ചാരി മേളങ്ങൾക്ക് പെരുവനം പ്രകാശൻ മാരാർ പ്രമാണിയാകും.
BJP തൃശൂർ സിറ്റി പ്രസിഡന്റായി നിലവിലെ ജില്ലാ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബിനെ തിരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ കടലോര ജാഗ്രതാ സമിതി യോഗം ചേർന്നു. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.